നമസ്കാരം. ഞാനിത് IBAയുടെ ഇക്കൊല്ലത്തെ ബാങ്ക് റിട്ടയറീസിന് വേണ്ട റിട്ടയറീസ് പോളിസിയുടെ, അതും മെയിൻലി ബേസ് പോളിസിയെ പറ്റി ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആസ് യു നോ, AKBRFന്, ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന് ഒരു സെൻട്രൽ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിൻ്റെ ചാർജ് ഇപ്പോൾ എനിക്കാണ്. നമ്മൾ പല കാര്യങ്ങളും നോട്ടീസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഏകദേശ രൂപത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഓൾറെഡി ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു, എല്ലാവരും വായിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇത് മലയാളത്തിൽ പറയാനുള്ളത്, അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പലതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും ആയിരിക്കാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് വെച്ചു. അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അനാലിസിസ് ഓഫ് ദി ബേസ് പോളിസി ഓഫ് 2 ലക്ഷത്തിൻ്റെ ബേസ് പോളിസി. ഇത്തവണ ആദ്യമായിട്ടാണല്ലോ, നേരത്തെ 3 ലക്ഷമായിരുന്നു, ഇത്തവണ അത് കുറച്ച് 2 ലക്ഷമായിട്ട് ധൃതി പിടിച്ചെന്ന് തന്നെയും പറയും. ഒരു UFBയും IBAയും കൂടി ഒരു MOU ഒപ്പിട്ട്, ധൃതി പിടിച്ച് ഒപ്പിടാനായിട്ട് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവാം, ഇലക്ഷൻ വരുന്നതിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം, പിന്നെ ആവുന്നതും വേഗം സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും അത് ഒരു ഹറീഡായിട്ട് സ്റ്റഡീഡ് അല്ലാത്ത രീതിയിൽ തന്നെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഒരു സംശയമില്ലാതെ പറയാം. അല്ലെങ്കിൽ ഇത്ര അപാകതകൾ വരില്ലായിരുന്നു. അതിന് പറയുന്ന ഒരു ഡിഫൻസ്, ബേസ് പോളിസി 2 ലക്ഷമാണ്. ഓർക്കണം, കഴിഞ്ഞ കൊല്ലം 1 ലക്ഷത്തിൻ്റെ ഉണ്ടായിരുന്നു ബേസ് പോളിസി, ഇത്തവണ അതില്ല, ആകപ്പാടെ ഉള്ളത് 2 ലക്ഷത്തിൻ്റെയാണ്. അതിന് കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ച് പ്രീമിയം കുറവുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, പ്രീമിയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷെ അത് ചില്ലറ പൈസയാണ്, വെറും ഒരു 1100 അടുത്ത്, അതിനും താഴെ ഒരു കുറവുള്ളൂ. അതിനു വേണ്ടി, അത്രയും രൂപ കുറയ്ക്കാൻ വേണ്ടി ആ പോളിസിയിൽ കൊണ്ടുവന്നിരിക്കുന്ന കട്ടിങ്സ് ഒക്കെ വളരെ കഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പോളിസി വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ കിട്ടേണ്ട സംഖ്യയുടെ ചില കേസുകളിലെ പകുതി പോലും കിട്ടില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇത് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 2 ലക്ഷത്തിൻ്റെ ബേസ് പോളിസി, സൂപ്പർ ടോപ്പായിട്ട് 1 ലക്ഷം തൊട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ലക്ഷം വരെയുള്ള ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ 12 ലക്ഷം വരെ സിംഗിൾ പേഴ്സണോ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടിയിട്ടോ കിട്ടാവുന്ന രീതിയിലാണ്. അതിൽ മെയിനായിട്ടുള്ള സാലിയൻ പോയിന്റ്സ് ഞാൻ പറയാം. ബേസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് റൂം റെൻറ്റ്, 2 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന റൂം റെൻറ്റ് മാക്സിമം സിറ്റീസിലാണെങ്കിൽ 3000, അതല്ലെങ്കിൽ 2500. അതേസമയം ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ഈ സർക്കുലറൊക്കെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പറ്റുമെങ്കിൽ, ഫിനാൻഷ്യലി പറ്റുമെങ്കിൽ എല്ലാ റിട്ടയറീസും മിനിമം ബേസ് പോളിസി എടുക്കണം. അത് കൂടാതെ അവനവന് പറ്റുന്ന കപ്പാസിറ്റിയിൽ ഒരു സൂപ്പർ ടോപ്പും എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം പലരും 2 ലക്ഷം ബേസ് പോളിസിയും 1 ലക്ഷത്തിൻ്റെ സൂപ്പർ ടോപ്പുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി, ഞാനും അത് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് ആശുപത്രി ചെലവ് വന്നു കഴിഞ്ഞപ്പോൾ റൂം റെന്റിന് സീലിംഗ് തന്നെ മാറി. സീലിംഗ് അങ്ങനെ 3 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ, സൂപ്പർ ടോപ്പും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ 5000 രൂപയാണ് അതിൻ്റെ റൂം റെന്റ് സീലിംഗ്. ഇനി
കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ചൂട് കാരണം കാര്യമായ വിയർപ്പുമുണ്ട്. ഇനി ഈ ബേസ് പോളിസിയിൽ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിത്തൗട്ട് സീലിംഗ് എന്നുള്ളത് മാറ്റി 30 ആശുപത്രി എക്സ്പെൻസുകൾക്ക് 30 എക്സ്പെൻസുകളിൽ സീലിംഗ് വെച്ചു. അതായത് സംഖ്യ അങ്ങോട്ട് കുറച്ചു, ചികിത്സയ്ക്ക് കിട്ടുന്ന സംഖ്യ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എത്ര കുറച്ചു എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഇതിലാദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, പലരും ഇപ്പോൾ ബേസ് പോളിസിയും സൂപ്പർ ടോപ്പും എടുത്ത ആൾക്കാർ ആശുപത്രിയിൽ ക്യാഷ്ലെസ്സിന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അവർ കൊടുക്കേണ്ടത് കോംബോ പോളിസി, COMBO, കോംബോ പോളിസി എന്ന് പറഞ്ഞ പോളിസിയാണ്. അതല്ലാതെ ബേസ് പോളിസിയുടെ മാത്രം കാർഡ് എടുത്ത് കൊടുക്കരുത്. ഈ കൺഫ്യൂഷൻ വരാൻ കാരണം, ആദ്യം നമ്മുടെ TPA ഫെഡറൽ ബാങ്കിൻ്റെ ആണെങ്കിൽ HITP ആണ്. ആദ്യം അവരൊരു ബേസ് പോളിസി കാർഡ് അയച്ചു, അത് കഴിഞ്ഞ് വീണ്ടും സൂപ്പർ ടോപ്പപ്പിൻ്റെ അയച്ചു, അത് കഴിഞ്ഞ് കോംബോയിൻ്റെ അയച്ചു. അങ്ങനെ പലർക്കും 2ഉം 3ഉം കാർഡ് കിട്ടിയ അവസ്ഥയിലാണ്. അപ്പോൾ ധൃതി പിടിച്ച് ആശുപത്രി പോകുമ്പോൾ എടുക്കേണ്ട കാർഡ് ഞാൻ വീണ്ടും പറയുന്നു, COMBO, കോംബോ എന്ന് എഴുതിയ ആ പോളിസി ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, ക്ലെയിം കിട്ടുന്ന സംഖ്യയും വളരെയധികം കുറയും. ഞാൻ അതിൻ്റെ ഒരു രൂപം എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ക്യാമറയിൽ കാണിക്കാം. അത് ഇതാണ്. ഇത് ഈ കോംബോ എന്ന് എഴുതിയിരിക്കുന്നത്, അത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇൻവേർട്ട് ചെയ്യുന്നുണ്ടോയെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് ക്യാമറയിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത്. എന്തായാലും ഈ രീതിയിലുള്ള കാർഡാണ് കൊടുക്കേണ്ടത്. കോംബോ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത്തവണ കുറച്ച് ജനറൽ കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. എല്ലാ കാര്യങ്ങളും അല്ല. നമ്മൾ ആശുപത്രി പോകുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ഇൻസ്ട്രക്ഷൻ, ആദ്യത്തെ 30 ദിവസത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 30 ദിവസത്തെ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ടാണ്. അതിനുശേഷം ഡിസ്ചാർജ് ആയ ശേഷം 90 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പീരീഡിലെ ക്ലെയിംസ് വല്ലതും ഉണ്ടെങ്കിൽ അതും റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് ഈ TPAക്ക് അയച്ചു കൊടുക്കാനാണ് ഇപ്പം നിലവിലുള്ള ഇൻസ്ട്രക്ഷൻ. പക്ഷേ അതിന് മാറ്റം വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഈയിടെ ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് എന്നെ അറിഞ്ഞതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല, അവരിതൊന്നും അറിയാതെയാണ് പറഞ്ഞത്. സാറിന് വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ കോംബോ പോളിസിയാണ് കൊണ്ടുപോയത്, ഞങ്ങൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ 30 ദിവസം മുമ്പുള്ളതും ഹോസ്പിറ്റലൈസേഷൻ്റെ ക്യാഷ്ലെസ്സും പോസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത ശേഷം ഉള്ള മരുന്നുകളുടെ ഞങ്ങൾ ക്യാഷ്ലെസ് ആയിട്ട് വാങ്ങിച്ചു തരാമെന്ന് ഇങ്ങോട്ട് ഓഫർ ചെയ്തു, നമ്മളോട് ഓഫർ ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം ക്യാഷ്ലെസ് ആയിട്ട് തരാൻ പറ്റും. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അതേ ആശുപത്രിയിൽ നടത്തിയ ടെസ്റ്റുകളൊക്കെ ആയിരിക്കണം. പ്രീ ഹോസ്പിറ്റലൈസേഷന് നമ്മളിപ്പോൾ CT സ്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ചെയ്താലേ അവർക്കത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബില്ലുകളടക്കം. അവർ ക്യാഷ്ലെസ് റിക്വസ്റ്റ് അയക്കുമ്പോൾ അതേപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറി തന്നെ പോസ്റ്റ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം കഴിക്കേണ്ട മരുന്നുകൾ അവർ പ്രിസ്ക്രൈബ് ചെയ്യും, അതും അതിൽ പെടുത്തും. അപ്പോൾ അതും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് അവർ അത് ബില്ല് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കണം, ഒരു ആശുപത്രിയും 90 ദിവസത്തെ മരുന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും 90 ദിവസത്തെ മരുന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ 90 ദിവസത്തെ മരുന്ന് എഴുതില്ല. അവർ പോസ്റ്റ് എഴുതുന്നത് പരമാവധി അടുത്ത
രണ്ടാമത് ചെക്ക് ചെയ്യാനായിട്ട് വരണ സമയം വരെയുള്ള മരുന്നുകളോ അല്ലെ മാക്സിമം 15 ദിവസത്തെയോ അത് മാത്രമേ അവർ പോസ്റ്റിൽ ആ മരുന്നുകൾ മാത്രമേ പെടുത്തുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നമ്മളൊരു ശ്രമം നടത്തണം, നമ്മളവിടെ സംസാരിക്കണം, കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. ഒറ്റ സിംഗിൾ പോയിന്റിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ആക്കാനായിട്ട് ആശുപത്രി ബില്ലിംഗ് ആയിരിക്കണം, TPA ബില്ലിംഗ് ആയിരിക്കും, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആശുപത്രി ബില്ലിംഗ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംഖ്യ കിട്ടുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതിനുള്ള കപ്പാസിറ്റി അവർക്ക് വേണം, വില്ലിങ്നെസ് വേണം, ആൾക്കാരെ സഹായിക്കാനുള്ള സന്നദ്ധതയും വേണം. ഇത് പല ആശുപത്രികളും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ഇതുവരെ ചോദിച്ചിരുന്നില്ല, ഇനി നമ്മളതൊരു ഡിമാൻഡായിട്ട് പോലും നമ്മളത് ചോദിക്കേണ്ടത് തന്നെയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേപ്പർ വർക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഒന്നാമത് റിട്ടയർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി ഡിസ്ചാർജ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ക്ഷീണിതനായിരിക്കും. ഈ എഴുത്തുകുത്തും അതിനും സമയപരീതിയും അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനൊക്കെ പറ്റില്ല. അത് എളുപ്പമൊന്നുമല്ല. നമുക്ക് സഹായിക്കാനായിട്ട് ആരെങ്കിലും മക്കളോ കൂട്ടുകാരോ ഒക്കെ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലയിടത്തുമായിട്ട് തുടങ്ങിയത്. എറണാകുളത്ത് മാത്രമല്ല, വേറെയും 10 സെൻറ്ററുകളിലൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ട് നമ്മളത് ചെയ്തിരുന്നു. പിന്നെ പറ്റുകയാണെങ്കിൽ എന്നേ ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ സ്മാർട്ട് മൊബൈൽ ഉള്ളവർക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച്, റിട്ടയറീസിനെ സംബന്ധിച്ച് അവർക്ക് HITP എന്ന് പറഞ്ഞ TPAയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തൊട്ട് ആ ആപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ പ്രീ സാങ്ഷന് വേണ്ടി, ക്യാഷ്ലെസ്സിന് വേണ്ടി ആശുപത്രി എന്താണ് അയച്ചിരിക്കുന്നത്, ഏത് സമയത്താണ് അയച്ചിരിക്കുന്നത്, അത് എപ്പോഴാണ് ടോക്കൺ എമൗണ്ട് സാങ്ഷൻ ആയിരിക്കുന്നത്, ഫുൾ സാങ്ഷൻ ആയിരിക്കുന്നത്, എല്ലാ കമ്മ്യൂണിക്കേഷൻസും ആ ആപ്പ് വഴി കിട്ടും. ആപ്പ് പ്രായം കൂടുന്തോറും ഉപയോഗിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ മക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം തേടി പറ്റുമെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക തന്നെ വേണം. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് കുട്ടികളെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇനി കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ വേറെ ചില കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇൻഷുറൻസ് ബാങ്ക് സബ്സിഡൈസ് ചെയ്യുന്നുണ്ടെങ്കിലും, തൽക്കാലം ഇപ്പോൾ സബ്സിഡൈസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിഞ്ഞൂടാ, കൂടുതൽ ഫിനാൻഷ്യൽ ബർഡൻ വരികയാണെങ്കിൽ ഇത് മുഴുവൻ താങ്ങാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, റിട്ടയറിക്ക് പറ്റിയെന്ന് വരില്ല പെൻഷൻ സംഖ്യയിൽ നിന്ന്. അങ്ങനത്തെ കേസുകൾ, പറ്റുന്ന കേസുകളിൽ കുട്ടികളുടെ സഹായം തേടുന്നത് നല്ലതാണ്. അതില്ലാതെ വന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരണമെങ്കിൽ എന്തായാലും സെറ്റിൽ ചെയ്യണ്ടേ. ആ സമയത്ത് നാട്ടുകാരുടെ കയ്യിൽ നിന്നും കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ പിരിക്കാൻ നടക്കുന്നതിനേക്കാളും ഭേദം അവരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഇൻവോൾവ്മെൻറ്റ് വരുത്തുകയാണ് നല്ലത്. അങ്ങനെ ചെയ്യുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. മക്കളൊക്കെ നല്ല സ്ഥിതിയിലായവരുണ്ട്. അവർ ചെയ്യാനായിട്ട് വില്ലിങ്ങാണ്. പക്ഷെ അവർ അത് പറഞ്ഞില്ല എന്ന് ചില കേസുകളിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ക്യാഷ്ലെസ് റിക്വസ്റ്റ് അയച്ചു എന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞാൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കേണ്ട. അവരെപ്പോഴാണ് അയച്ചതെന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് ആ ടൈം നോക്കിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡെഫിനറ്റായിട്ടും ആ TPA അതിനൊരു ആൻസർ കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അത് കൊറിയായിരിക്കാം, എന്തെങ്കിലും സംശയങ്ങളായിരിക്കാം. ആ സംശയങ്ങൾ അത് തീർത്തു കൊടുത്തിട്ടുണ്ടോ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഡെസ്ക് എന്നുള്ള കാര്യവും കൂടി പുറകെ പോയി അന്വേഷിക്കണം. അതല്ലെങ്കിൽ ആ കൊറിയായിട്ട് തന്നെ അവിടെ കിടക്കും. പിന്നെ ട്രീറ്റിംഗ് ഡോക്ടർ വന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം ചാർജ് എടുത്ത് അതിന് മറുപടിയൊക്കെ അയക്കുമ്പോഴേക്കും താമസമാവും. അങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഈ ഡിസ്ചാർജ് 2-3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പോലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സാങ്ഷൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അവസാനം നോക്കുമ്പോൾ എന്തായിരിക്കും, ഈ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഡെസ്ക്
അവർക്ക് കൊറി ഉണ്ടായിരുന്നു, അത് ആൻസർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കൊറി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ആശുപത്രി അത് മറുപടി അയക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂർ എന്നൊക്കെ ആയിട്ട് കുറച്ചിട്ടുണ്ട് ടേൺ ഓവർ ടൈം. അതായത് ഒരു ക്യാഷ്ലെസ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അത് പാസ്സായി വരേണ്ട സമയം, അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ 15 മിനിറ്റിനുള്ളിൽ സാങ്ഷൻ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആശുപത്രിക്ക് വിത്തിൻ 15 മിനിറ്റ്സ് ടോക്കൺ എമൗണ്ട് സാങ്ഷനായി വരുന്നുണ്ട്. കുറേ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട്, ക്ലാരിഫിക്കേഷൻ അയക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. വളരെയധികം കാര്യങ്ങൾ 2015 ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തെക്കാളുമൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ ആവുന്നതും ആശുപത്രിക്കാർ അഡ്വാൻസ് കുറച്ച് വാങ്ങിച്ചു വയ്ക്കാനൊക്കെ നോക്കും. ആവുന്നതും അത് ഡിസ്കറേജ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഉള്ളതാണല്ലോ, അതിൻ്റെ അഡ്വാൻസിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഒരു ചെറിയ സംഖ്യ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അത് അഡ്വാൻസ് ബിൽ എന്നുള്ള രീതിയിൽ, ഞാൻ വീണ്ടും പറയുന്നു, അഡ്വാൻസ് ബിൽ എന്നുള്ള രീതിയിൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വേണം ആ ബില്ല് വാങ്ങാനും. അതല്ലെങ്കിൽ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. പിന്നെ ആവുന്നതും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുക. അതല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺട്രോളിംഗ് അതോറിറ്റിയായ IRDAI ഏപ്രിൽ 1 തൊട്ട് എല്ലാ ഹോസ്പിറ്റലുകളും ക്യാഷ്ലെസ് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഇതിൽ വേറൊരു കാര്യം, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ ആശുപത്രികൾക്കും അതിൽ താല്പര്യം വേണ്ടേ? അതല്ലാതെ IRDA പറഞ്ഞു അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് നടപ്പാവില്ല. അത് തന്നെയാണ് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വന്നപ്പോൾ കണ്ടത്. ആശുപത്രിക്കാർ പറയുന്നു, പല ആശുപത്രികളും പറയുന്നു, ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, ഞങ്ങൾക്ക് അതിനുള്ള സ്റ്റാഫില്ല, അതിനുള്ള എക്യുപ്മെൻ്റ് ഇല്ല, അതിനുള്ള കമ്പ്യൂട്ടറൈസേഷൻ ഇല്ല, പിന്നെ ഇത് എമൗണ്ട് കിട്ടാനായിട്ട് 1 മാസത്തോളം താമസം വരും, അത് ഞങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല എത്ര വേണമെങ്കിലും ഒഴിവ് കഴിവ് അവർ പറയുന്നുണ്ട്. അവർക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. എന്നാലും ഒരു കാലം വരും ഹോസ്പിറ്റലുകൾക്ക്, മേജർ ഹോസ്പിറ്റലുകൾക്ക് കാർഡ് ക്യാഷ്ലെസ് കൊടുക്കാൻ വളരെയധികം താല്പര്യമുണ്ട്. അതും ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ്, ഞങ്ങൾ വി വെൽക്കം കാർഡ് കൊണ്ടുവരുന്നത്, ഞങ്ങൾക്ക് താല്പര്യമാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾക്ക്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേയ്മെൻറ്റ് അഷ്വേർഡ് ആണ്. മാത്രമല്ല അവർ പറയുന്നത്, ഞങ്ങൾക്ക് കാർഡ് ഉള്ളവർ വരണം, അത് കൂടാതെ എത്രയും പെട്ടെന്ന് ആശുപത്രി വിട്ടു പോകുന്ന പേഷ്യൻസിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. പണ്ടത്തെ പോലെ കിടത്തി ഒരാഴ്ചയും 1 മാസവും കിടത്തുന്ന രീതിയൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഡേ കെയർ ഫെസിലിറ്റി, അതായത് വിത്തിൻ അവേഴ്സ് ഈവൻ മേജർ സർജറീസ് പലതും ചെയ്യാൻ പറ്റും അണ്ടർ അനസ്തേഷ്യ, പാർഷ്യൽ ഓർ സെമി. ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് കാരണം പണ്ടൊക്കെ ദിവസങ്ങൾ എടുത്തിരുന്ന റെസ്റ്റും റിക്കപ്പറേഷനും ഹോസ്പിറ്റലൈസേഷനും ഓപ്പറേഷനും ഒക്കെ ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് പോവാം. അത് അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഒരുമാതിരി എല്ലാ മേജർ സർജറീസും സെയിം ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഡെഫിനറ്റ്ലി ആശുപത്രിയിൽ നിന്ന് പോവാം. ആശുപത്രി അധികൃതർ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് ടേൺ ഓവറാണ്. പേഷ്യൻസ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കണം, അല്ലാതെ കുറേ കാലം കിടക്കുന്ന പേഷ്യൻസ് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല ഇൻഷുറൻസും ഞങ്ങൾക്ക് താല്പര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പലരും ഇപ്പോൾ വീടുകളിൽ പല കാർഡുകളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദയവ് ചെയ്ത് പഴയ കാർഡുകൾ, 2018, 19, 20, 21, 22 ഒക്കെ 23 വേണം, 22 ഇങ്ങനെയുള്ള കാർഡുകളെല്ലാം ശേഖരിച്ച് നമ്മൾ സൂക്ഷിച്ച് വീട്ടിൽ സൂക്ഷിക്കരുത്. ആവശ്യം കഴിഞ്ഞത് എക്സ്പയർ ആയ കാർഡുകൾ
എടുത്ത് കളഞ്ഞിരിക്കണം, നശിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ വീട്ടുകാരെടുത്ത് കൊണ്ടുപോകുന്നത് അവർക്ക് തന്നെ സംശയവും ഏതാണ് കാർഡെന്ന്, കൊണ്ടുപോകുന്ന കാർഡും എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ, ഇത് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ തവണ സംസാരിക്കുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഒരു കാർഡിൻ്റെ ഒരു കോപ്പി ഭാര്യയ്ക്ക് കൊടുക്കുക, ഒരു കോപ്പി അവനവൻ വെക്കുക, ഒരു കോപ്പി കൂട്ടുകാരനോ മക്കളുണ്ടെങ്കിൽ ഐഡിയൽ, എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവണമെന്നില്ല, എന്തെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉള്ളവർ, ഈ 3 ആൾക്കാർക്കെങ്കിലും ഇതിൻ്റെ കോപ്പി കൊടുത്തിരിക്കണം. അത്യാവശ്യം ഒരു അവസരം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കും, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഏതാ കാർഡ് എന്ന് വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു സ്ഥിതിവിശേഷം വരുത്താതെ ശ്രദ്ധിക്കുക. ഈ 3 കോപ്പി എടുത്ത് വയ്ക്കുക. ഇത് പറയുമ്പോൾ വളരെ ഇതൊക്കെ പറയാനുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ നമ്മൾ അനുഭവത്തിൽ ഈ രീതിയിലൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഈ സ്കീം തുടങ്ങിയപ്പോൾ തന്നെ AIBRF, ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയർഡീസ് ഫെഡറേഷൻ പറഞ്ഞിരുന്നു ഈ സ്കീമിന് ഈ തകരാറുണ്ട് 2 ലക്ഷം ബേസ് പോളിസിയുടെ. അതുകൊണ്ട് AIBRF അഡ്വൈസ് ചെയ്തിരുന്നത് എല്ലാവരും ബേസ് പോളിസി എടുക്കണം, കൂടാതെ അറ്റ്ലീസ്റ്റ് മിനിമം 1 ലക്ഷത്തിൻ്റെയെങ്കിലും സൂപ്പർ ടോപ്പപ്പ് എടുക്കണം, അതല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടും എന്നുള്ളത് കൃത്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ ബേസ് പോളിസി മാത്രം എടുത്തു കഴിഞ്ഞാൽ 30 തരം ചികിത്സയ്ക്ക് സീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട സംഖ്യ കിട്ടാതെ പോവും. അത് സൂപ്പർ ടോപ്പപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടോപ്പപ്പിൽ നിന്ന് കവർ ചെയ്ത് പോവും, അതുകൊണ്ട് കൈ നഷ്ടം വരില്ല. എനിക്ക് തന്നെ ഞാൻ അനുഭവിച്ച ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ കാര്യം പറയാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നയാപൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ചിലവായില്ല. അതൊരു കൺസിഡറേഷൻ അവർ തന്നതൊട്ടൊന്നുമല്ല, ക്യാഷ്ലെസ് റിക്വസ്റ്റ് എല്ലാം ക്ലീനായിട്ട് അയച്ച് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. കൈയും വീശി ഫുൾ എമൗണ്ട് ചോദിച്ച, അത് എൻ്റെ ഓർമ്മയിൽ എല്ലാം കൂടി 1,80,000 അടുത്ത് വരും. 1,80,000 രൂപ ഫുൾ എമൗണ്ടും കിട്ടി. ഞാൻ എടുത്തിരുന്നത് ബേസ് പോളിസി 2 ലക്ഷവും 1 ലക്ഷത്തിൻ്റെ സൂപ്പർ ടോപ്പപ്പ് ആയിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി ഈ 3 ലക്ഷം പോരാ, അടുത്ത കൊല്ലം ഡെഫിനറ്റ്ലി പ്രായം കൂടുന്തോറും ഈ സംഖ്യ കൂട്ടേണ്ടി വരും. എവിടെ നിന്നാണെങ്കിലും പ്രീമിയം സംഘടിപ്പിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് കൂടുതൽ എടുക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറയ്ക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വളരെ എക്സ്പെൻസീവാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു പ്രൊസീജിയർ, ഹെർണിയ എന്ന് പറഞ്ഞ പ്രൊസീജിയർ, നിങ്ങൾ 2 ലക്ഷത്തിൻ്റെ ബേസ് പോളിസി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി കിട്ടാൻ പോകുന്നത് 40,000 രൂപയാണ് ക്യാഷ്ലെസ് ആയിട്ട്. 40,000 രൂപ. ഒരു നല്ല നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നത് പഴയ രീതിയിലല്ല, അബ്ഡമൻ തുറന്ന് സർജറി വെച്ച് തുറന്നിട്ട് എടുക്കൽ പരിപാടികളൊന്നുമല്ല. ഇപ്പോൾ അവർ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ പ്രോബൊക്കെ ഇറക്കിയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 1,70,000 രൂപയാണ് ബില്ല് വരുമ്പോൾ. ശ്രദ്ധിക്കുക, ബേസ് പോളിസിയിൽ 40,000 കിട്ടുന്നത് നിങ്ങൾ ആശുപത്രി പോയി കഴിയുമ്പോൾ അതിന് ചിലവ് വരുന്നത് 1,70,000 രൂപയാണ്. അത് ബേസ് പോളിസി എടുത്തത് കൊണ്ട് ഒന്നും കയ്യിൽ നിന്ന് കൊടുക്കാതെ അവിടുന്ന് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം തന്നെ ഇറങ്ങാൻ പറ്റി. ഇവിടെ കിടത്തിയുമില്ല. പണ്ടൊക്കെയാണെങ്കിൽ 3 ദിവസം 4 ദിവസമൊക്കെ കിടത്തും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് പറയേണ്ട അത്യാവശ്യം ജനറൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബേസ് പോളിസിയുടെ പരിമിതികൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു.
അടുത്ത കൊല്ലത്തെ, ഇനി ഇപ്പോഴത്തെ പോളിസിയല്ല, അടുത്ത കൊല്ലത്തെ പോളിസിയെ പറ്റി ഞങ്ങൾ കവർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് റിട്ടയറീസ് സംഘടനകളെ AIBRFനെ ഒക്കെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ ഓഫർ ചെയ്യാം. പക്ഷെ അങ്ങനെ കൊടുക്കാവുന്ന റിട്ടയറീസ് സംഘടനകൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടൊക്കെ ചിലപ്പോൾ പോളിസി ഇറക്കാൻ പറ്റി എന്ന് വരും. നമുക്കും ആ അനുഭവം ഉണ്ട്. നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ AMD ആയിട്ടുള്ള, അത് AIBRF ഒറിജിനേറ്റഡ് പോളിസിയാണ്. അതിൽ നമ്മൾ പങ്കുചേർന്നിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ വേറൊരു ക്ലാസ് തന്നെ വേണ്ടി വരും. അത് ഞാൻ അതിനെപ്പറ്റിയുള്ള അതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റിയും നല്ല വശവും ചീത്ത വശവും എല്ലാം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന കമ്പനികൾ, ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ഓൾറെഡി 10-20 റിട്ടയറീസ് സംഘടനകളെ ഈ പല കമ്പനികളും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ നവംബർ 1 തൊട്ട് തുടങ്ങാൻ പോണ പുതിയ പോളിസി അവർ മാനേജ് ചെയ്തു തരാം, നിങ്ങൾ IBA പോളിസി ഒന്നും എടുക്കണ്ട, ഞങ്ങളുടെ പോളിസി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു വരുന്നത് സ്റ്റാൻഡ് അലോൺ ഇൻഷുറൻസ് കമ്പനികൾ വരുന്നുണ്ട് ഒരുപാട്. സ്റ്റാൻഡ് അലോൺ ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറയുന്നത് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ, വേറെ ജനറൽ ഇൻഷുറൻസ് ഒന്നും നോക്കുന്നില്ല, മോട്ടോർ അങ്ങനെയുള്ളതൊക്കെ. നമ്മുടെ ഭാഗ്യത്തിന് എല്ലാ നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനികളും അങ്ങനെ സ്റ്റാൻഡ് അലോൺ കമ്പനികളല്ല, അവരെല്ലാ ഇൻഷുറൻസും നോക്കുന്നതാണ്. ഈ പുതിയ കമ്പനികൾ വന്നിട്ട് പറയുന്ന ഓഫറുകളൊക്കെ അവരുടെ ഏജന്റുമാരും ഒക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇതെല്ലാം ഒരു സ്വർഗമാണ്, പ്രീമിയം വളരെ കുറവ്, 10 മിനിറ്റിനുള്ളിൽ ക്യാഷ്ലെസ് സാങ്ഷൻ, ഡിസ്ബേഴ്സിൽ അപ്പം തന്നെ, അതും 10 മിനിറ്റ് മതി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ പലതിനും ഒരു ആഫീസ് പോലുമില്ല, അവർക്ക് ഹെഡ് ഓഫീസും ഇല്ല, റീജിയണൽ ഓഫീസും ഇല്ല, ബ്രാഞ്ച് സെറ്റപ്പും ഇല്ല. അവർ കംപ്ലീറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ എന്താ പറയുക, ഊബർ, ഓല ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അതായത് ആപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു രീതിയിലും അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല, അവരുമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. സംസാരിക്കണമെങ്കിൽ ആ വേണ്ട ബട്ടണൊക്കെ ഞെക്കിയിട്ട് വേണം അതിലോട്ട് മുന്നോട്ട് പോകാൻ. ഇങ്ങനെയൊക്കെ ഉള്ള കമ്പനികൾ ഓക്കെ, ഫ്യൂച്ചറൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ അവരുമായിട്ടൊക്കെ ടൈപ്പ് നടത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അവർ പറയും ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് 20,000 ആശുപത്രികൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആശുപത്രി ഉണ്ട്. ഓക്കെ, ശരിയാണ്. നമുക്കിപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിൽ ഏകദേശം 5,000-6,000 കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഇന്ത്യയിലില്ല. അതെല്ലാം കവിച്ചു വെച്ച് ഇപ്പോൾ നൂതനമായ ടെക്നോളജി വെച്ചിട്ട് ഇവർ പറയുന്നത് അവർക്ക് 20,000 വരെയുള്ള ആശുപത്രികൾ ഉണ്ടെന്നുള്ളതാണ്. ഞാനത് എനിക്ക് പേഴ്സണലി ഉള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്യുന്നതിൽ യാതൊരു അഭിപ്രായവും ഇല്ല. അതിനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വന്നാൽ ബോധിപ്പിക്കാം, അതല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. ഇനി ഞാനിപ്പോൾ IBA പോളിസിയെ പറ്റി മാത്രമേ, ഇപ്പം ജനറൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇനി IBA പോളിസിയുടെ പരിമിതികളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ഓൾറെഡി അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം സജഷൻസ് എല്ലാം കോൾ ഫോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കും ഇതുപോലെ തന്നെയാണ്. 10-20 ഇൻഷുറൻസ് കമ്പനികൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് നിങ്ങളുടെ IBA പോളിസി ഇപ്പോൾ കവർ ചെയ്യാത്ത OP ട്രീറ്റ്മെൻറ്റ്, ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കവർ ചെയ്ത് തരാം, അതിനൊരു പ്രത്യേക പോളിസി. പിന്നെ ഇപ്പോഴത്തെ പോളിസി പേ ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്, നോൺ പേയബിൾ ഐറ്റംസ് എന്ന് പറയും. നോൺ പേയബിൾ മാത്രം കവർ ചെയ്യുന്ന വേറൊരു പോളിസി ഞങ്ങൾ തരാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് IBA ഇറക്കുന്ന ബേസ് പോളിസിയേക്കാളും ചീപ്പറായിട്ടൊരു പോളിസി തരാമെന്ന് പറയുന്നുണ്ട്. ഈ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ അത് AIBRF അതിൻ്റെ സംഘടനകൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല.
ഓൾറെഡി ഒരു പോളിസി തന്നെ IBയുടെ പോളിസി തന്നെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. പല പോളിസികളും പല റിട്ടയറി സംഘടനകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, IBA പോളിസിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടുള്ള ഏക പോളിസിയാണത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടുള്ള ഏക പോളിസി എന്ന് പറഞ്ഞാൽ അത് ബാങ്കിൻ്റെ സപ്പോർട്ടുണ്ട്. അതെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. ഫോളോ അപ്പ് വേണ്ടി വന്നാലും അത്യാവശ്യം അവരെ വിളിച്ചാൽ അവർ സഹായിക്കുന്നുണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ്. അത് റിട്ടയറി പോളിസീസിന് അത് കിട്ടിയെന്ന് വരില്ല. അതിനുള്ള കാരണം, മെയിനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. റിട്ടയറീസ് എല്ലാവരും പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. കൃത്യമായിട്ടൊരു ഓഫീസ് മാനേജ് ചെയ്യാനോ ഇതിൻ്റെ ഗ്രീവൻസുകൾ റിഡ്രസ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഡാറ്റ എറേഴ്സ്, എൻട്രി എറേഴ്സ്, പിന്നെ ഫോളോ അപ്പിലുള്ള എറേഴ്സ്, ഇങ്ങനെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടിലേക്ക് തിരിച്ചു പോവാം. ബാങ്കിൻ്റെ സപ്പോർട്ടുണ്ട്, IBയുടെ സപ്പോർട്ടുണ്ട്. IBയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അവരാണ് ടെൻഡർ വിളിച്ച് പോളിസി ഫൈനലൈസ് ചെയ്യുന്നത്. ആ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ വായിച്ച് നോക്കിയാൽ അറിയാം, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. അത് വളരെ ക്ലിയറുമാണ്. ഓപ്പണായിട്ട് ഒരു ഡോക്യുമെൻ്റാണ്. ഓപ്പൺ ഡോക്യുമെൻ്റ് ഇൻ ദി സെൻസ് അത് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് വെപ്പ്. പക്ഷെ വേണ്ടവർക്ക് അത് പബ്ലിക് ഡൊമെയിനിൽ അവൈലബിൾ ആണ്. അത് നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾ മാത്രം മുന്നോട്ട് വരുന്നത്. എല്ലാ ടെൻഡറിനും എല്ലാ RFPക്കും ആ ടെൻഡർ പ്രോസസ്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആരെയും വിലക്കിയിട്ടില്ല. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളെയും വിലക്കിയിട്ടില്ല. അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൊട്ടേഷൻ വളരെ ഹൈ ആയതുകൊണ്ടും അവർക്ക് വേറെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അതിനുള്ള ഇക്വിറ്റി വേണം, അതിനുള്ള കവറേജ് വേണം. അവർ വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ലക്ഷക്കണക്കിന് പോളിസി സെർവ് ചെയ്യുന്നവരായിരിക്കണം. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കണം. അവരുടെ സർവീസ് കവറേജ് റേഷ്യോ, ക്ലെയിം വന്നു കഴിഞ്ഞാൽ എത്ര അവർ പേ ചെയ്യുന്നുണ്ട്, എത്ര റിജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ഇങ്ങനെ എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് IBA ഫൈനലി ഒരു ഇൻഷുറൻസ് കമ്പനിയെ ചൂസ് ചെയ്യുന്നത്. കുറച്ച് കൊല്ലമായി ഇപ്പോൾ അത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ് ചൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സ്പെസിഫിക്കലി കമ്മിങ് ടു ദി സബ്ജക്റ്റ്, ബേസ് പോളിസി 2 ലക്ഷത്തിന്. അതിൽ ഒരു കാര്യം അതിന് മുമ്പ് ഞാൻ പറയാം. ചിലവർക്ക് അത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാങ്ക് കുറച്ച്, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ സബ്സിഡി തരുന്നുണ്ട്. ബാക്കി 16,000 രൂപ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബേസ് പോളിസി എടുക്കാം. അതിന് സംഖ്യ റേസ് ചെയ്യാൻ, അതുണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരെ പറ്റി നമുക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർക്കതേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അതെടുത്താലുള്ള അപകടങ്ങൾ, പ്രീമിയം കുറവായിരിക്കും, പക്ഷെ പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട കാശ് വളരെ അധികമായിരിക്കും. അതിനൊരു ഉദാഹരണം, അതിൻ്റെ ആ 30 കാറ്റഗറിയിലുള്ളത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ബേസ് 2 ലക്ഷത്തിൻ്റെ ബേസ് സൂപ്പർ ടോപ്പ് പോളിസിക്ക് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഹാർട്ടുമായിട്ട് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. കൊറോണറി ആൻജിയോഗ്രാമിന് 16,000 രൂപയാണ് കിട്ടുന്നത്, 16,000. ഇനി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കും, അതുകൊണ്ടാണ് അത് ഇടാത്തത്. അത് ഇന്ത്യയിൽ കൊറോണറി ആൻജിയോഗ്രാം ഏതെങ്കിലും ആശുപത്രിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ലാവുന്നത് 18,000 രൂപ തൊട്ട് 50,000 രൂപ വരെയാണ്. അതായത് ബേസ് പോളിസിയിൽ പരമാവധി കിട്ടുന്നത് 16,000,
പക്ഷെ ചിലവ് വരാൻ പോകുന്നത് 50,000 രൂപ വരെ ചിലവ് വരാം. ആ ഒരൊറ്റ പ്രൊസീജിയറിന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പ്രീമിയത്തിൻ്റെ ലാഭവും കുറവും എല്ലാം നഷ്ടം ആവാനായിട്ട് വേറെ ഒന്നും വേണ്ട. പിന്നെ വേറൊന്ന് പോപ്പുലർ ആയിട്ടുള്ള അതിൽ മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ആൻജിയോപ്ലാസ്റ്റി. ഇപ്പോൾ ആര് ചെന്നാലും നെഞ്ചുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം പറയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിൽ 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറയും. ഇതൊക്കെ ആൻജിയോപ്ലാസ്റ്റിക്ക് വന്നത് ഏത് കൊല്ലമാണ് നമ്മുടെ ഡോക്ടർ ഫ്രണ്ട്സിന് അറിയായിരിക്കും. എനിക്ക് തോന്നുന്നത് 1976 മുമ്പ് ആർക്കും സ്റ്റെൻഡ് ഇടുന്നതും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നതായിട്ട് നമുക്കൊന്നും ഓർമ്മയില്ല. എന്തെങ്കിലും മരുന്ന് കഴിച്ച് അവസാനിപ്പിച്ച് പോരുകയാണ്. അന്നും ജീവിച്ചിരുന്ന ആൾക്കാർ ഇന്നും ജീവിക്കുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റിക്ക് 1 ലക്ഷം രൂപയാണ് സീലിംഗ് പരമാവധി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബേസ് പോളിസിയിൽ. പക്ഷേ ഇന്ത്യയിൽ ഞാൻ പ്രത്യേകം പറയാൻ കാരണം കേരളത്തിലെ റേറ്റ് ആയിരിക്കണം എന്നില്ല, ബോംബെയിലും ഡൽഹിയിലും ഒക്കെ. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ബാംഗ്ലൂരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് 67,000 രൂപ തൊട്ട് 2 ലക്ഷം വരെയാണ് ചിലവ് വരുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ വേറൊരു പ്രൊസീജിയർ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. CABG എന്ന് പറയും, അതായത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. ബൈപ്പാസ് സർജറി എന്നും പറയാം. അതിൽ ബേസ് പോളിസി ഫുൾ എമൗണ്ട് 2 lakhs വരെ അത്രേ കിട്ടുള്ളൂ. 2 lakhs ആണ് അതിൻ്റെ സീലിംഗ്. കേരളത്തിൽ CABG ചെയ്താൽ, അതായത് ബൈപ്പാസ് സർജറി ചെയ്താൽ വരുന്ന ബില്ല്, ആക്ച്വൽ ബില്ല് ഹോസ്പിറ്റലുകൾ 1,80,000 തൊട്ട് 3,60,000 രൂപ വരെയാണ്. മനസ്സിലായല്ലോ? ഇനി കമ്മിങ് ടു ഓപ്പൺ ഹാർട്ട് സർജറി, വാൽവ് റീപ്ലേസ് ചെയ്യാനുള്ള സർജറി വളരെ കോമൺ ആണ്. ഇപ്പോൾ എല്ലായിടത്തും ചെയ്ത് പിറ്റേ ദിവസം തന്നെ ആളെ പറഞ്ഞു വിടുന്നുണ്ട്, പൈസയും വാങ്ങിച്ച്. അതിനും വെച്ചിരിക്കുന്ന സീലിംഗ് 2 ലക്ഷം രൂപയാണ് ബേസ് പോളിസിയിൽ. പക്ഷേ ആക്ച്വലി ആവുന്നത് ഓൾ ഓവർ ഇന്ത്യ ആവറേജിംഗ് ആണ് ഞാൻ പറയുന്നത്, 4,52,000 ചില്ലാനം തൊട്ട് 5,98,000 വരെയാണ് ബില്ലുകൾ വരുന്നത്. അപ്പോൾ ഇതിനൊന്നും ഓരോന്നും ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ പോരായ്മകളൊക്കെ. പിന്നെ കാറ്ററാക്റ്റ് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അറ്റ് സം സ്റ്റേജ് ഓർ ദി അതർ. അതിന് 30,000 കിട്ടുള്ളൂ മാക്സിമം. പക്ഷേ കേരളത്തിൽ 20,000 തൊട്ട് 35,000 വരെ നോർമലി ഒരു കണ്ണിന് കാറ്ററാക്റ്റ് ഓപ്പറേഷന് വരും. ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതലും വരും. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ 80,000 ഒക്കെ വളരെ കോമൺ ആണ്. 80,000, 1 ലക്ഷമൊക്കെയാണ് വരുന്നത്. നമ്മുടെ പഴയ ബേസ് പോളിസിയും സൂപ്പർ ടോപ്പപ്പ് ഒക്കെ എടുത്തവർക്ക് ഫുൾ എമൗണ്ട് കിട്ടിയ കേസുകൾ ഒരുപാടുണ്ട്. അതിലൊന്നും അവർ തടഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ ഈ ബേസ് പോളിസി മാത്രം എടുത്താൽ, ഇക്കൊല്ലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബേസ് പോളിസി മാത്രം എടുത്താൽ വരുന്ന പ്രശ്നം ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി നീ റീപ്ലേസ്മെൻറ്റ്, മുട്ട് റീപ്ലേസ്മെൻറ്റ് വളരെ കോമൺ ആണല്ലോ. അതിന് പരമാവധി കിട്ടുന്നത് 1 lakh ആണ് ബേസ് പോളിസിയിൽ. ഇത് ഏകദേശം കോസ്റ്റ് കേരളത്തിൽ മീറ്റ് ചെയ്ത് പോവാൻ പറ്റും എന്നുള്ളൊരു സൂചകമായ വിവരമാണ് എനിക്ക് തരാനുള്ളത്. അത് 45,000 തൊട്ട് 75,000 വരെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ അതൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ, അതിൻ്റെ സ്റ്റാറ്റസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി, അങ്ങനെ പലതും നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. അപ്പോൾ അതും കൂടി പിന്നീട് നോക്കുക. പിന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ഞാൻ പറഞ്ഞ പോലെ ഈ റേറ്റ്സ് ഒന്നും ആയിരിക്കില്ല, വളരെ കൂടുതലായിരിക്കും. ഇനി വേറൊരു പ്രൊസീജിയർ, ലിത്തോട്രിപ്സി. അത് ലിത്തോട്രിപ്സി എന്ന് പറയുന്ന കിഡ്നി സ്റ്റോൺ റിമൂവൽ എന്നാണ് അതിന് പറയുന്നത്.
അത് 35,000 രൂപയെ കിട്ടുള്ളൂ ബേസ് പോളിസിക്കാർക്ക്. കേരളത്തിൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത് 35,000 തൊട്ട് 60,000 വരെയാണ്. ഇനി വേറൊരു വലിയൊരു അപാകത ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. വയസ്സാകാലത്ത് വീണ് ഹിപ്പ് പൊട്ടുന്നത് വളരെ കോമൺ ആണ്. അതിന് ആവുന്നതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് പൂർണ്ണമായി ഭേദപ്പെട്ട ആൾക്കാരെ എൻ്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടില്ല. അതിനുള്ള സീലിംഗ് 1,00,000 രൂപയാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന സംഖ്യ 2,25,000 തൊട്ട് 4,75,000 വരെയാണ്. ആ വൈഡ് വേരിയേഷൻ നോക്കാം. പിന്നെ ഹെർണിയ ഞാൻ പറഞ്ഞു, ഞാൻ 40,000 എന്നാണ് തെറ്റി പറഞ്ഞത്. 45,000 സീലിംഗ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇക്കാലത്ത് അതിൻ്റെ കോസ്റ്റ് ഹോസ്പിറ്റലിൽ നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് സർജറി മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിന് ഹെർണിയയ്ക്ക് വരുന്ന കോസ്റ്റ് അറൗണ്ട് 1,85,000 ആണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ലസിക് സർജറി എന്ന് പറയുന്നത് നോർമലി വയസ്സായ ആൾക്കാർക്ക് വേണ്ടതല്ല. അത് ചെറുപ്പക്കാർക്ക് കണ്ണട ഒഴിവാക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ. അത് ഏജ്ഡ് ആൾക്കാർക്ക് സാധ്യത കുറവാണ്. അതിന് കിട്ടുന്നത് പരമാവധി ഒരു കണ്ണിന് കിട്ടുന്നത് 15,000 റുപ്പീസാണ്, 15,000. ആക്ച്വൽ വരാൻ പോകുന്നത് 76,000 തൊട്ട് 1,15,000 വരെയാണ്. പിന്നൊന്ന് ഹൈഡ്രോസീൽ എല്ലാവർക്കും അറിയാമല്ലോ. ടെസ്റ്റിക്കിൾസിൻ്റെ അവിടെ വീർത്ത് വരുന്നതാണ്. അതിന് കിട്ടുന്ന കോസ്റ്റ് 20,000 ആണ്. പക്ഷേ ആക്ച്വൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുകയാണെങ്കിൽ 25,000 തൊട്ട് 85,000 വരെ വരും. അതുപോലെ തന്നെ പൈൽസ് കിട്ടുന്ന മാക്സിമം 30,000 ആണ്. ആശുപത്രിയിൽ പോയാൽ 45,000 തൊട്ട് 55,000 വരെയാണ് അത് വരുന്നത്. പിന്നെ വേറെ വന്നിട്ട് അപ്പൻഡോക്ടമി എന്ന് പറഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും. അതിന് പരമാവധി കിട്ടുന്നത് 30,000 ആണ് ബേസ് പോളിസിയിൽ. ആക്ച്വൽ കോസ്റ്റ് വരാൻ പോകുന്നത് 55,000 തൊട്ട് 70,000 വരെയാണ്. പിന്നെ വേറൊരു പ്രൊസീജിയർ സിസ്റ്റോക്ടമി. അതൊരു ക്യാൻസർ പോലെയൊക്കെ വരുന്നതാണ്. വയറ്റിൻ്റെ കൊളോണിൽ വരുന്ന അസുഖമാണ്. അതിന് പരമാവധി കിട്ടുന്നത് 40,000 രൂപയാണ്. പക്ഷേ കോസ്റ്റ് വരുന്നത് ഹോസ്പിറ്റലിൽ ആക്ച്വൽ എക്സ്പെൻസ് വരുന്നത് 50,000 തൊട്ട് 2,00,000 വരെയാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് കോംപ്ലിക്കേഷൻ എല്ലാവർക്കും കോമൺ ആണല്ലോ. ഈ കാറ്ററാക്ട് പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് വരുന്നത് വളരെ കോമൺ ആണ്. അതിന് ബേസ് പോളിസിയിൽ കിട്ടുന്നത് 40,000 ആണ്. പക്ഷേ അത് ആശുപത്രിയിൽ പോയാൽ 60,000 തൊട്ട് 1,50,000 വരെ വരുന്നുണ്ട്. മെട്രോ സിറ്റീസ് ആണെങ്കിൽ 5,00,000 വരെ വരുന്നുണ്ട്. ഇനി വേറൊരെണ്ണം FESS എന്ന് പറയും, ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. ബേസ് പോളിസി ലിമിറ്റ് 3,00,000 ആണ്. ആക്ച്വൽ കോസ്റ്റ് വരുന്നത് 45,000 തൊട്ട് 75,000 വരെയാണ്. പിന്നെ ഡയാലിസിസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഡയബറ്റിക്കും കിഡ്നിയും ലിവറും പല ഡിസ്ഫങ്ഷനൊക്കെ ഉള്ള കേസുകളിൽ ബേസ് പോളിസിയിൽ കിട്ടുന്നത് പരമാവധി 2,000 രൂപയാണ്. ഇത് ഒട്ടും മതിയാവില്ല. നമ്മുടെ തന്നെ മെമ്പർമാർക്ക് അവർക്കറിയാം, അവർ കൊടുക്കുന്നത് 7,500 തൊട്ട് 10,000 വരെയാണ്. ചില കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഇനി കമ്മിങ് ടു സ്ത്രീകൾക്ക് മാത്രം ബാധിക്കുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററക്ടമി ആൻഡ് മാസ്റ്റോക്ടമി. ഇത് രണ്ടുമാണ്, ഹിസ്റ്ററക്ടമി, മാസ്റ്റോക്ടമി. IBയിൽ ഹിസ്റ്ററക്ടമിക്ക് 40,000 രൂപയാണ് സീലിംഗ് കിട്ടുന്നത്. ആക്ച്വൽ കോസ്റ്റ് വരാൻ പോകുന്നത് 70,000 തൊട്ട് 2,60,000 വരെയാണ്. ഇനി മറ്റേ ലേഡീസിന് വരുന്ന മാസ്റ്റോക്ടമി, ഫിക്സഡ് റേറ്റ് IBA പോളിസിയിൽ 40,000 ആണ്. പ്രിവെയിലിംഗ് ഹോസ്പിറ്റൽ റേറ്റ് അത് ചെയ്യാനായിട്ട് 2,30,000 രൂപയാണ്.
ഇത് പറയുമ്പോൾ എല്ലാവരും പേടിപ്പിക്കാനാണെന്നൊന്നും ഒരു തോന്നൽ വരരുത്. പക്ഷേ ഇതാണ് ആക്ച്വൽ പൊസിഷൻ. നമ്മളത് അറിഞ്ഞിരിക്കണമല്ലോ. എല്ലാം മറച്ചു വെച്ചിട്ട് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല, നമ്മൾ സർക്കുലറുകളൊക്കെ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാലും ഇതെല്ലാം വായിക്കാനുള്ള കോൺസെൻട്രേഷനും ഏകാഗ്രതയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രായം കൂടുന്തോറും കുറയും. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബേസ് പോളിസിയിൽ ICUവിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6000 രൂപയെ കിട്ടുള്ളൂ. വേറെ അത് മെട്രോ സെൻറ്റേഴ്സിൽ 6000 രൂപയെ ICUവിൽ കിട്ടുള്ളൂ പെർ ഡേ. വേറെ സെൻറ്റേഴ്സ് ആണെങ്കിൽ, വില്ലേജ് സെൻറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ 5000 കിട്ടുള്ളൂ. ഇത് തികച്ചും കുറവാണ്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ICU റേറ്റ്സ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഇംപ്ലാന്റുകൾ, നമ്മളിപ്പോൾ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ പരമാവധി കിട്ടുന്നത് 30,000 രൂപയാണ്. ടെമ്പററി പേസ് മേക്കർ വയ്ക്കുകയാണെങ്കിൽ. പെർമനൻ്റ് പേസ് മേക്കർ വയ്ക്കുകയാണെങ്കിൽ 40,000 രൂപയാണ് കിട്ടുന്നത്. സ്റ്റെൻറ്റിൻ്റെ കോസ്റ്റ് 5000 രൂപയാണ്. ഇതൊന്നും ഒരു രീതിയിലും ആക്ച്വൽ കോസ്റ്റുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ മനസ്സിലാവും തീരെ മതിയാവില്ല എന്നുള്ളത്. ഇനി റൂം റെൻറ്റുകൾ സെൻറ്ററുകളിൽ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് പറയാം. കമ്പാരിറ്റീവ്ലി ജനറൽ ഐറ്റംസ്, റൂം റെൻറ്റ് സീലിംഗ് മെട്രോയിൽ 3000 രൂപയാണ്. ഇപ്പോൾ അതർ സെൻറ്റേഴ്സിലാണെങ്കിൽ 2500 രൂപയെ കിട്ടുള്ളൂ, IBA പോളിസി മാത്രമാണെങ്കിൽ. അതേപോലെ തന്നെ മെട്രോയിൽ ICU ആണെങ്കിൽ 6000 കിട്ടും. അതർ സെൻറ്റേഴ്സിലാണെങ്കിൽ ICU 5000 കിട്ടുള്ളൂ. പിന്നെ കാർഡിയാക് അറ്റാക്ക് ഒക്കെ വന്നിട്ട് നമ്മൾ കാർഡിയാക് കെയർ ആംബുലൻസ്, അതിന് പ്രത്യേക ഒരു ആംബുലൻസ് ഉണ്ട്, കാർഡിയാക് കെയറിനുള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസ്. അത് റെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 5000 രൂപയാണ് കിട്ടുന്നത്. നോൺ കാർഡിയാക് ആംബുലൻസ് ആണെങ്കിൽ 2500. ഇത് കാർഡിയാക് ആംബുലൻസൊക്കെ വരുത്തി നമ്മൾ നെഞ്ചുവേദനയുള്ള ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ റെയറാണ്. നെഞ്ചുവേദന വന്നാൽ കിട്ടിയ കാർ വാങ്ങിച്ച് എടുത്തുള്ള നേരത്തെ അവിടെ എത്താൻ നോക്കുകയുള്ളൂ. പ്രായോഗികമായിട്ട് ഇതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ വെന്റിലേറ്റർ ആൻഡ് റെസ്പിറേറ്ററി ചാർജസ് 5000 രൂപയാണ് പെർ ഡേ പ്ലസ് ഓക്സിജൻ ചാർജസ്. ഓക്സിജൻ ചാർജ് 100 രൂപയാണ് പെർ അവർ, മാക്സിമം 1000 രൂപയാണ് പെർ ഡേ. കൺസൾട്ടേഷൻ ചാർജ്, ഡോക്ടറുടെ രജിസ്ട്രേഷൻ ചാർജ് 200 രൂപ കിട്ടും. നൈറ്റ് വിസിറ്റ്, എമർജൻസി വിസിറ്റ് ആണെങ്കിൽ 600 രൂപ കിട്ടും. അതല്ല റൊട്ടീൻ കൺസൾട്ടേഷൻ ആണെങ്കിൽ 400 രൂപ കിട്ടും. സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ ഡോക്ടർ വരികയാണെങ്കിൽ 500 രൂപ കിട്ടും. ECG നൈറ്റ് വിസിറ്റ്, എമർജൻസി വിസിറ്റ് വരികയാണെങ്കിൽ 700 രൂപ കിട്ടും. ഫിസിയോതെറാപ്പി വല്ലതും ഉണ്ടെങ്കിൽ 300 രൂപ കിട്ടും പെർ ഡേ. മൈനർ ഓപ്പറേഷൻസ് ലോക്കൽ അനസ്തേഷ്യ മാത്രം വെച്ചുകൊണ്ടുള്ളത് ആണെങ്കിൽ 5000 രൂപയാണ് സീലിംഗ്. ജനറൽ അനസ്തേഷ്യ വെച്ചിട്ടുള്ള മൈനർ ഓപ്പറേഷൻ ആണെങ്കിൽ 5500 രൂപ കിട്ടും. കൂടാതെ അനസ്തേഷ്യയ്ക്ക്, ഫുൾ അനസ്തേഷ്യയ്ക്ക് 2500 രൂപ കിട്ടും. തിയേറ്റർ ചാർജസ് ആയിട്ട് 3000 കിട്ടും. പിന്നെ സർജറീസ് ചെയ്യുകയാണെങ്കിൽ മൈനർ ഓപ്പറേഷൻസ് സർജൻ്റെ ഫീ 17000 രൂപയാണ് കിട്ടുക. അനസ്തേഷ്യ ഡോക്ടർക്ക് 7000, തിയേറ്റർ ചാർജസ് 7000. ഇനി വേറൊരു കാറ്റഗറി ഉള്ളത് സുപ്രാ മേജർ ഓപ്പറേഷൻസ്. ദോസ് ആർ ഓൾ വളരെ മേജറായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അവിടെ സർജൻസിന് പരമാവധി കിട്ടുന്നത് 26,000 ആണ്. അനസ്തേഷ്യ ഡോക്ടർക്ക് കിട്ടുന്നത് 9,000 ആണ്. തിയേറ്റർ ചാർജസ് 10,000 ആണ്. ഇത് മേജർ സർജറീസിന് ആഡ്യൂക്കേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറവാണ്. ഇപ്പോഴത്തെ മേജർ സർജറിയൊക്കെ നടത്തുന്ന ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഫീസ് അപാരമാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് വേറൊരു കാര്യം കൂടി ഇനി വിട്ടുപോകണ്ട, എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ. ഇപ്പോൾ ചെയ്യുന്ന ഏത് മൈനർ സർജറി ആണെങ്കിലും ശരി, മേജർ സർജറി ആണെങ്കിലും ശരി, വെന്റിലേറ്ററൊക്കെ റെഡി ആയിരിക്കണം, ഘടിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ, പിന്നെ ഹാർട്ട് പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള മെക്കാനിസം, എമർജൻസി മെഷീൻസ്, ഇതെല്ലാം എന്ത് മൈനർ സർജറി ചെയ്യുകയാണെങ്കിലും ഓപ്പറേഷൻ റൂമിൽ
വേണമെന്ന് ഇപ്പോൾ അണ്ടർ ഡിഫെൻസീവ് മെഡിസിൻ അത് കമ്പൽസറിയാണ്. അതില്ലാതെ ചെയ്യില്ല, ഒരു സർജറിയും ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ പല കേസുകളിലും ചിലപ്പോൾ സർജറി മൈനർ ആയിരിക്കും, ആൾ ചിലപ്പോൾ മരിച്ചു പോയിരിക്കും ഹാർട്ട് അറ്റാക്ക് കൊണ്ട്. പിന്നെ വരുന്ന പ്രക്ഷോഭങ്ങളും കേസുകളും എല്ലാം ആശുപത്രി ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ അതെല്ലാം സജ്ജമാക്കും. അതുകൊണ്ടാണ് പല മൈനർ ഓപ്പറേഷൻസിന് പോലും കോസ്റ്റ് കൂടുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ചാർജുകൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഇനി 2024 2025 ഇനിയും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കുറേയും കൂടി അധികം വിജിലൻ്റ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. ലാഭം മാത്രം നോക്കി മുന്നോട്ട് പോവാതിരിക്കണം. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. കൂടിക്കൂടി വരികയുള്ളൂ, ഇനിയും ചാർജുകൾ കൂടിക്കൂടി വരികയുള്ളൂ. അപ്പോൾ അതിനുള്ള കാരണങ്ങളും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഏകദേശം ഓരോ കൊല്ലം കഴിയും തോറും 25% മെഡിക്കൽ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 25% എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രീമിയം നല്ലൊരു പോളിസിയാണ് എന്നുണ്ടെങ്കിൽ പ്രീമിയം കുറയാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നമുക്ക് പറയാം, ജനഹിതം, റിട്ടയറീസിൻ്റെ ക്ഷേമം ഇതെല്ലാം പരിഗണിച്ച് എല്ലാം കുറയ്ക്കണം, സബ്സിഡൈസ് ചെയ്യണം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പല കാര്യങ്ങളുണ്ട്. നടക്കോ ഇല്ലയോ എന്നുള്ളത് അവസാന നിമിഷം അറിയുള്ളൂ. അപ്പോഴേക്കും സമയം കിട്ടുകയില്ല, ഏതെങ്കിലും കയറി അപ്ലൈ ചെയ്യേണ്ടിയും വരും. ചീപ്പർ പോളിസി കിട്ടും, സംശയമൊന്നുമില്ല, പോളിസി മതി എന്നുണ്ടെങ്കിൽ. പക്ഷേ ആ ചീപ്പർ പോളിസി കവറേജും അതുപോലെ തന്നെ ചീപ്പായിരിക്കും. നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കുറേ കാശ് ആശുപത്രിയിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവായിരിക്കും, കയ്യിൽ നിന്ന് വെക്കേണ്ടത് വളരെ കൂടുതലായിരിക്കും. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇനി അടുത്ത കൊല്ലം അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളും കൂടി ഒന്ന് പാസിങ്ങിൽ മെൻഷൻ ചെയ്യാം. 3 കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, നമുക്ക് കണ്ണിന് കാറ്ററാക്റ്റ് പോലെ തന്നെ പല്ലിന് വയസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കവറേജ് ഫില്ലിങ്ങിനോ അത്യാവശ്യം കംപ്ലീറ്റ് റീപ്ലേസ്മെൻ്റ് അല്ല, ഈ ഭംഗിക്ക് വേണ്ടിയുള്ളത് ഞാൻ പറയില്ല, അല്ലാത്ത കേസുകളിൽ ഒരു കവറേജ് നമുക്ക് ഓഫർ ചെയ്യേണ്ടതാണ്, അത്യാവശ്യമാണ്. പല്ലിൻ്റെ കേസ് ഇൻക്ലൂഡ് ചെയ്യുക തന്നെ വേണം. അത് ഉദാഹരണമായിട്ട് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോളിസിയിൽ 7500 ആണോ 8500 ആണോ എന്ന് അറിഞ്ഞൂടാ, അതിനിടയ്ക്ക് ഒരു സംഖ്യയാണ് അവർ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഒന്ന്, നമുക്ക് ചോദിക്കാവുന്നത്, നമുക്ക് ചോദിക്കാനല്ലേ പറ്റുള്ളൂ, നമ്മളെ ടോക്സിന് വിളിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെതിരെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാനായിട്ട്. പിന്നെ ബൈസ്റ്റാൻഡറിൻ്റെ എക്സ്പെൻസ് കുറേ അധികം പോളിസികളിൽ 1% ഓഫ് ദി പോളിസി എമൗണ്ട് പെർ ഡേ ബൈസ്റ്റാൻഡർക്ക് കൊടുക്കും, അതല്ലെങ്കിൽ മിനിമം 250 രൂപ. അപ്പോൾ ആ രീതിയിലേക്ക് ബൈസ്റ്റാൻഡർക്ക് എന്തെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് അത്യാവശ്യമാണ്, അത് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അത് കൂടാതെ ഞാൻ ചില കാര്യങ്ങൾ എഴുതി വെച്ചത് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. പിന്നെ സ്ഥിരമായിട്ട് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ് മീറ്റ് ചെയ്യണമെന്ന്. പേഴ്സണലി എനിക്ക് ഹെൽത്ത് ചെക്കപ്പ്, നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് പോയി ചെക്കപ്പ് ചെയ്യണം, പക്ഷെ അതൊരു പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിന് കൂടുതൽ പ്രീമിയം കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിലേഷൻസും എൻ്റെ സിസ്റ്ററും ഒക്കെ ഡോക്ടറാണ്. അവർ തന്നെ പറയും, വെറുതെ പോയി തലവെച്ച് കൊടുക്കണ്ട, ജനറൽ ഹെൽത്തിന് വേണ്ടി നിങ്ങളൊരു ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അല്ലെ പിന്നെ ചെക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ.
കണ്ണ് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഉടനെ കാറ്ററാക്ട് ചെയ്യണമെന്ന് പറയും. ഹാർട്ടിൻ്റെ ECGയും എക്കോയും നോക്കിക്കഴിഞ്ഞാൽ പറയും സ്റ്റെൻറ്റ് ഇടണമെന്ന് പറയും. അങ്ങനെ നമ്മൾ തലവെച്ച് കൊടുക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്നുള്ളത് പേഴ്സണലി എനിക്ക് അതിന് ഒരു എഗ്രിമെൻ്റ് ഇല്ല. പിന്നെ അത് വേറൊരു കാര്യം, ഈ പോളിസി അഫോർഡബിൾ ആക്കാനായിട്ട് നോക്കിയിട്ട് അവസാനം ഇതുപോലെ ചെന്ന് ആപ്പിൽ പെടാതിരിക്കാനായിട്ട് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നൊന്ന്, എല്ലാ റിട്ടയറി ഓർഗനൈസേഷൻസും ഓൾട്ടർനേറ്റ് പോളിസി എന്നും പറഞ്ഞു വരുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അവർ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്താണ് നല്ലതെന്നുള്ളത്. പിന്നെ കവർ ചെയ്യേണ്ടാത്തത് കവർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പലരും നടക്കുന്നുണ്ട്. അതായത് കണ്ണടയുടെ കോസ്റ്റ് അത് ഇൻഷുറൻസിൽ കിട്ടണം. പിന്നെ ഹിയറിംഗ് എയ്ഡ് ഇപ്പോൾ കിട്ടില്ല, അതിൻ്റെ കോസ്റ്റ് കിട്ടണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റിക് ഫുട്വെയറിൻ്റെ കോസ്റ്റ്. ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം കൂടി വരികയുള്ളൂ. നമ്മുടെ 2015 ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ പോളിസി ഒരു പക്ക പോളിസി ആയിരുന്നു, ഏറ്റവും നല്ല പോളിസി ആയിരുന്നു, സംശയമൊന്നുമില്ല. സൂപ്പർ ടോപ്പും ബേസും 2018 വരെ ആ പോളിസി എംപ്ലോയി പോളിസിയും റിട്ടയറി പോളിസിക്കും ഒരേ പ്രീമിയം ആയിരുന്നു. അന്ന് KM ദസ്തൂർ എന്ന ഒരു കമ്പനി ആയിരുന്നു അതിന് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചത്. പക്ഷേ 2018 KM ദസ്തൂറിനെ ഒഴിവാക്കി ഡയറക്റ്റായിട്ട് IBA ആണ് ഡീൽ ചെയ്യുന്നത്. ആ ഒഴിവാക്കിയതിനുള്ള കാരണം എനിക്കറിഞ്ഞൂടാ, നേതാക്കന്മാർക്ക് മാത്രമേ അറിയുള്ളായിരിക്കും എന്തുകൊണ്ടാണ് KM ദസ്തൂറിനെ ഒഴിവാക്കിയത്. അതിനുശേഷം കൂടി അങ്ങനെ വന്നു, ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് വന്നു. അന്ന് പറഞ്ഞു കേട്ടത്, പക്ഷെ അത് പറഞ്ഞു കേട്ടത് മാത്രമാണ്. KM ദസ്തൂറിന് 80 കോടി കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു. അത് ഒഴിവാക്കാമല്ലോ നമ്മൾ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്താൽ. ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്തിട്ടും പ്രീമിയം ഒന്നും കുറയുന്നില്ലല്ലോ, അതൊരു വാസ്തവം തന്നെയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മലയാളത്തിൽ ആണ് ഞാൻ കൂടുതൽ പറയാൻ ശ്രമിച്ചത്. ഇടയ്ക്ക് ചില ഇംഗ്ലീഷ് വാക്കുകൾ വന്നു പോയിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ പൊതുവേ ഞാൻ ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയാവുന്നവർക്കും പിന്നെ ഇഷ്ടം പോലെ സോഴ്സുകളുണ്ട്. യൂട്യൂബ് തന്നെ ഒരു സോഴ്സ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു IBA പോളിസി ബേസ് പോളിസി സ്റ്റഡിയാണ്. അത് അത്യാവശ്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങൾ കുറിച്ചിട്ടത് പെട്ടെന്ന് എൻ്റെ മേശപ്പുറത്ത് എത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും നോക്കിയത്. അത് പോട്ടെ, എന്തായാലും മേജർ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നിർത്തുന്നു. എൻ്റെ പേര് കുമാർ മേനോൻ എന്നാണ്. AKBRFൻ്റെ സെൻട്രൽ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കിൽ ഞാൻ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചു കാലം കൂടിയൊക്കെ തുടരുന്നു വിചാരിക്കുന്നു. അതല്ലെങ്കിലും പ്രായമായിട്ടുണ്ട്, ആക്ടിവിറ്റീസ് കുറയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. Okay, dear viewers, thank you for listening and taking your valuable time.